पर आपने अहमियत कबूल की हुई है, इसलिए बहुत गौर करने का मुकाम है। നിങ്ങൾ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്തിന്റെ നിബന്ധനകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, കാരണം ആ ബൈഅത്തിന്റെ നിബന്ധനകൾ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ അഹ്മദിയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബൈഅത്തിന്റെ നിബന്ധനകളിലും ഈ ശർത്തുകൾ നിങ്ങൾക്ക് നിബന്ധനകൾ കാണാൻ സാധിക്കുന്നതാണ്. जब आप शिरक ना करने का अहद करती हैं, अल्लाह ताला के मुकाबले में किसी को ना लाने का अहद करती हैं, तो उस वक्त फिर आपको ख्याल आएगा कि इसके मुकाबले पर इसको किस तरह मैं हासिल कर सकती हूँ। और वो तभी हासिल हो सकता है जब आप अपनी नमाज़ों, अपनी इबादतों की तरफ तवज्जो देने वाली होंगी और नमाज़ों के मुकाबले पर, अल्लाह ताला की इबादत के मुकाबले पर किसी चीज़ को भी उससे मुकद्दम नहीं ठहराएंगी। ഇതേപോലെ നിങ്ങൾ ശിർക്കിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ, അള്ളാഹുവിനെ ഒന്നിനെയും തന്നെ പങ്കു ചേർക്കരുത് എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, നിങ്ങളത് എങ്ങനെയാണ് അള്ളാഹുവിനോട് ശിർക്ക് ചെയ്യാതെ പങ്കു ചേർക്കാതെ ഞാൻ ജീവിക്കുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഇബാദത്തിൽ, നമസ്കാര കാര്യത്തിലും അതേപോലെ തന്നെ നിങ്ങളുടെ ആരാധനാ കാര്യങ്ങളും പ്രത്യേകമായി ശ്രദ്ധിക്കണം. ആ ആരാധനാ കാര്യങ്ങളെല്ലാം തന്നെ പരിപൂർണമായി അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതാണ്. नमाज एक बुनियादी हुक्म है जो हर मुसलमान पर फ़र्ज़ है, चाहे वो हर बालिग मुसलमान पर। और हज़रत सल्लल्लाहु अलैहि वसल्लम ने फरमाया कि जब 10 साल के बच्चे हो जाएं तो उन पर सख्ती करो कि वो नमाज़ पढ़ें और उनको आदत डालो बाजमात नमाज़ पढ़ने की लड़कों को, और जो इसी तरह औरतों पे फ़र्ज़ है उन सब और बच्चियों को और औरतों को नमाज़ पढ़ने की आदत डालो, सिवाय चंद शरई उज़रात के जिसमें औरतों को नमाज़ ना पढ़ने की इजाज़त है। बाकी हमेशा नमाज की पाबंदी करनी चाहिए। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ള കൽപ്പനകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് എല്ലാ ബാലികായിരിക്കുന്നത് അല്ലെങ്കിൽ പ്രായപൂർത്തി എത്തിയിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഫർളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രമാത്രം പറയുകയുണ്ടായി, 10 വയസ്സെത്തി കഴിഞ്ഞാൽ വളരെ കർശനമായിട്ട് നമസ്കരിക്കുന്നതിന് വേണ്ടി കുട്ടികളെ ഉപദേശിക്കേണ്ടതാണ്. അതേപോലെ തന്നെ അതിനുള്ള സ്വഭാവ ശീലം നമ്മുടെ കുട്ടികളിൽ ഇടേണ്ടതാണ്. ഇതേപോലെ തന്നെ സ്ത്രീകൾക്കും അവരുടെ നമസ്കാരം നിലനിർത്തേണ്ട നിർബന്ധമാണ്. ചില ശരഈയായിട്ടുള്ള ചില സമയങ്ങളിൽ മാത്രം അവർക്ക് നമസ്കരിക്കാൻ പാടില്ല, മറ്റെല്ലാ സമയങ്ങളിലും അവർക്ക് നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കേണ്ടതാണ്. ജമാഅത്തോടു കൂടി മറ്റുള്ളവർ അനുഷ്ഠിക്കേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയുണ്ടായി. अगर आप इस बात की पाबंदी करने वाली होंगी, अपनी इबादतों की, अपनी नमाज़ों की सही तौर पर हिफाजत करने वाली होंगी, तो यही चीज़ है जो फिर अल्लाह ताला के फ़ज़ल को जज़्ब करते हुए आपकी औलाद की भी सही तरबियत होगी। यहाँ जो फरमाया कि वला यक़्तुलना औलादहुन्ना, अब कोई माँ अपने बच्चे को कत्ल तो नहीं करती, इसका मतलब यही है कि अपनी हालतें ऐसी बनाओ, अपने बच्चों की तरबियत ऐसी करो कि वो अल्लाह के दीन की पर कायम हो जाएं और अल्लाह की तरफ झुकने वाले हों, अपनी नमाज़ों की हिफाजत करने वाले हों और नेक अमाल बजा लाने वाले हों, ताकि हमेशा वो इस दुनिया में भी आपकी नेकनामी का बायस हों, अल्लाह ताला से जज़ा पाने वाले हों, और आखिरत में भी आप भी और आपकी औलादें भी और आपकी नस्लें भी अल्लाह ताला की जज़ा हासिल करने वाली हों। നിങ്ങൾ നിങ്ങളുടെ നമസ്കാര കാര്യത്തിൽ വളരെയധികം സംരക്ഷിക്കുകയാണെങ്കിൽ, ആരാധനയെ നിങ്ങൾ സംരക്ഷിക്കുകയാണെങ്കിൽ, തീർച്ചയായും നിങ്ങൾക്ക് ഉത്തമമായ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിൽ വരുത്താൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ മക്കളെ തർബിയത്ത് നടത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇവിടെ വല്ല യക്തുന വലാദുന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇത് തന്നെയാണ്. ഒരു മാതാവ് തന്നെ തന്റെ കുട്ടിയെ വധിക്കുകയില്ല, അവർ കൊല്ലാൻ തന്നെ ശ്രമിക്കുകയില്ല. പക്ഷേ അവർക്ക് നല്ല രീതിയിൽ തർബിയത്ത് നൽകിക്കൊണ്ട് ഉത്തമമായ രീതിയിൽ അവളെ വളർത്തുകയാണെങ്കിൽ തീർച്ചയായും അവർ അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസികളായി ദാസന്മാരായി മാറുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ദുനിയാവിലും ആഖിറത്തിലും തന്നെ നിങ്ങൾക്ക് പ്രതിഫലത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നതാണ്. इसी तरह आपने एक अहद किया, अपने अहद में भी, लजना के अहद में भी आप दोहराती हैं कि हम मारूफ बातों में कभी नाफरमानी नहीं करेंगी, और यही अहद हज़रत मसीह मौऊद अलैहिस्सलाम ने भी आपसे लिया शरायत बैत में। तो मारूफ बातें क्या हैं? मारूफ बातें वो नेकी की बातें हैं जो आपको वक्तन फ़वक्तन खलीफा वक्त की तरफ से कही जाती हैं, तहरीक की जाती है। इसमें और हालात देखकर मुख्तलिफ़ किस्म की नेकियां जो कुरान शरीफ में दर्ज हैं उनके बारे में ज़्यादा तहरीक की जाती है। तो इस लिहाज से ये भी आपका एक अहद है, और एक अहद निभाना हर मुसलमान पर फ़र्ज़ है। अल्लाह ताला ने फरमाया है कि तुम्हारे अहदों के बारे में तुमसे पूछा जाएगा, इसलिए हमेशा याद रखें कि आपने जो मारूफ फ़ैसले पर अमल करने का अहद किया है उसको निभाना भी आप पर फ़र्ज़ है।
മറ്റൊന്ന് നിങ്ങളുടെ രചനകളുടെ അഹദിലും അല്ലെ പ്രതിജ്ഞയിലും നിങ്ങൾ ചെയ്യാറുള്ളത് ഒരിക്കലും തന്നെ ഞങ്ങൾ നിഷേധം പ്രകടിപ്പിക്കുന്നതല്ല, അതോടൊപ്പം തന്നെ എല്ലാ മഅറൂഫായിരിക്കുന്ന ഉചിതമായിരിക്കുന്ന എല്ലാ കൽപ്പനകളും നമ്മൾ പാലിക്കുകയും ചെയ്യുന്നതാണ് എന്ന്. ഈ മഅറൂഫായ ഉചിതമായിരിക്കുന്ന തീരുമാനങ്ങൾ എന്താണ്? കാലത്തിന്റെ ഖലീഫ അവസ്ഥകൾ അനുസരിച്ച് ഓരോരോ പദ്ധതികൾ നിങ്ങൾ മുമ്പാകെ വെക്കും, ഓരോരോ നിർദ്ദേശങ്ങൾ നിങ്ങൾ മുമ്പാകെ വെക്കും. ആ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കുക എന്നുള്ളതാണ് മഅറൂഫായ തീരുമാനങ്ങൾ ഞങ്ങൾ പാലിക്കുമെന്നുള്ളതിന്റെ അർത്ഥം. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രതിജ്ഞ ചെയ്തതുകൊണ്ട് ഓരോ മുസ്ലിമും പ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് നിറവേറ്റേണ്ടതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളോട് പറയുന്നു, നിങ്ങളുടെ പ്രതിജ്ഞകളെ കുറിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടുമെന്ന്. വസീം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ പ്രതിജ്ഞ ശറഅ് ബയ്യത്തിന്റെ നിബന്ധനകളിലും ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ പ്രതിജ്ഞകൾ നമ്മൾ പാലിക്കാൻ നിർബന്ധിതരാണ്. बस इस मारूफ फैसला, जैसा कि मैंने कहा, नेक बातों पर अमल करना है, और मारूफ यही है, नेकियां हैं जिसको मारूफ कहते हैं, तो इस पे अमल करना आप लोगों का फ़र्ज़ है। वक्तन फ़वक्तन इसकी तारीख़ होती रहती है, और मुझे बड़ी खुशी है कि जब भी किसी बात की तहरीक हुई, तवज्जो दिलाई गई, चाहे वो इबादतों की तरफ तवज्जो दिलाना है या नेकी के दूसरे कामों की तरफ तवज्जो दिलाना है, जमात अहमदिया में दुनिया में हर जगह बिला इम्तियाज़ बिला तखसीस लजना इमाइला ने हमेशा लब्बैक कहा है। നല്ല കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. മഅറൂഫായ കാര്യങ്ങൾ എന്നുള്ളത് നല്ലത്, അതുപോലെ വളരെ നന്മകൾ നിറഞ്ഞ കാര്യങ്ങളാണ് അതുകൊണ്ട് അർത്ഥം. അപ്പോൾ ഏതൊരു പദ്ധതി നിങ്ങൾ മുമ്പാകെ വെക്കുന്നുണ്ടോ അത് ഉടനെ തന്നെ നിങ്ങൾ അതിന് ലബ്ബൈക് പറയേണ്ടത്, അതനുസരിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഞാൻ ഏതെങ്കിലും ഒരു പദ്ധതിയെ സംബന്ധിച്ച് പറയുമ്പോഴും ആരാധനയെ കുറിച്ചോ സൽപ്രവർത്തികളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം ജമാഅത്തിനോട് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ ജമാഅത്തിലെയും രചനകൾ ഈ കാര്യത്തിൽ വളരെ മുമ്പിൽ വന്നുകൊണ്ട് ലബ്ബൈക് പറയുന്നു എന്നും അവരിത് അംഗീകരിച്ചുകൊണ്ട് എന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് പ്രാവർത്തിക രൂപത്തിൽ അതിനെ കൊണ്ടുവരുന്നു എന്നുള്ളതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. अगर आप इस्लाम की तारीख़ पर नज़र डालें तो हमें ऐसी औरतें नज़र आती हैं सहाबियात में से जो इबादत करने में मर्दों से भी आगे निकल गई थी। अगर आप जमात अहमदिया की इब्तदाई तारीख़ पर नज़र डालें तो हमें ऐसी ख़वातीन नज़र आती हैं जो अल्लाह ताला के फजल से इबादतों के आला मयार कायम करने वाली थी। നിങ്ങൾ ഇസ്ലാമിക ചരിത്രം വായിച്ചു നോക്കുകയാണെങ്കിൽ വലിയ വലിയ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന സഹാബിയാക്കളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവര് ഇബാദത്തുകളിൽ ആരാധനകളിൽ പുരുഷന്മാരെക്കാൾ മുൻകടന്നതായി കാണാൻ സാധിക്കുന്നതാണ്. ഇതേപോലെ തന്നെയാണ് അഹ്മദിയത്തിന്റെ ചരിത്രം നിങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അവിടെയും സ്ത്രീകൾ ഏറ്റവും ഉന്നത രീതിയിൽ നിലനിന്നതായി കാണാൻ സാധിക്കും. इसी तरह दूसरे काम हैं, मसलन जंगों में, इस्लामी जंगों की इब्तदाई दौर में मुसलमान सहाबियात ने, ख़वातीन ने बहुत अहम किरदार अदा किया है। जंगी मैदान में नर्सिंग का काम करती रहीं, फ़ौजों की देखभाल करती रहीं, मरीज़ों की। इसी तरह ये भी हुआ कि अगर कभी मुसलमान लश्कर खौफज़दा होकर दुश्मन से पीछे दौड़ा तो औरतों ने उनको गैरत दिलाई और आप आगे खड़ी हो गई, और उसकी वजह से फिर मुसलमान लश्कर जाके दोबारा अपने जो अहम काम था जंग का, दिफा का, वो अंजाम दिया और फतह हासिल की। बस ये काम है, तारीख़ हमें इसलिए ये में महफूज किए गए हैं ये सब बातें, ताकि आइंदा आने वाली औरतें भी इस बात को याद रखें और अपने आप को भी उस